നിങ്ങളുടെ പ്രോഗ്രാമിൽ ക്ഷീണിക്കരുത്. വെള്ളം ആവശ്യം പിടിച്ചേക്കണം. പാലക്കാട് വെള്ളം ആവശ്യത്തിന് പിടിക്കുന്നുണ്ട്, ചൂടുണ്ട്. അത് ഞാനതിനൊക്കെ ഒരു മാനസികമായ തയ്യാറെടുപ്പിലാണ് വന്നത്. ഇതിൻ്റെ ഒരു ടൈം സ്പാൻ കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് അറിയാം. നിൽക്കുന്നുണ്ട്, രാവിലെ ഇറങ്ങുന്നുണ്ട്. കാരണം ഈ മേഖലയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പരിചയം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടയർഡാവും പെട്ടെന്ന്. ആൾക്കാരുടെ അടുത്ത് പോയി നിന്നും കൂടുതലാണ്. ഞാൻ പ്രവർത്തനത്തിൽ പോകാനുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ റെസ്റ്റ് എന്ന് പറയുന്ന സാധനം എല്ലാത്തിലും നമുക്കൊരു കൃത്യമായ ചാർജിങ് ടൈം ഉണ്ടല്ലോ, അതില്ല. അത് ഇമ്പോർട്ടൻ്റ് അല്ല. അത് പക്ഷേ ഈ 18 ദിവസം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. മുമ്പിലായിട്ട് ചെയ്യണം. ഇങ്ങനെ വെക്കേഷൻ വരുന്ന സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അമ്മയുടെ അവിടെയാണ് ജനിച്ചു വളർന്നു. ഇവിടെ ജനിച്ചത് അച്ഛന് പേപ്പർ കമ്പനി ജോലി ആയതുകൊണ്ട് അങ്ങോട്ട് പോയി. ആ സമയത്തൊക്കെ സ്ഥിരം പറഞ്ഞിട്ട് തന്നെ അമ്മയ്ക്കിപ്പം 80 വയസ്സായി, 85 വയസ്സായി. ഞാൻ എൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടിലാണ്. അപ്പം അവരുടെ അച്ഛനും അമ്മയൊക്കെ പോയതോടുകൂടി വരവിൻ്റെ അളവ് കുറഞ്ഞു. ഇതാണ് വരാത്തതിന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞ ചേച്ചി കുടുംബത്തിലെ പ്രചരണം നിർത്തണ്ടേ? 2020 17-16 ദിവസം ഫലമില്ല. അതേ ഹോളിഡേസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കൂടെ ഈ ഒരു അധ്വാനം ശരിയാവുള്ളൂ. തീർച്ചയായും ഇത് നമ്മുടെ സ്വന്തം വീടായിട്ട് പോകണമാണ്. കാരണം അത് ഇവിടെ ഏത് സമയത്ത് പോയാലും കയറി വരാം. ഞാൻ എല്ലാവരും ചേർന്ന് എല്ലാ പ്രാർത്ഥനാശംസകളും തരുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്ന ഫലം റിസൾട്ട് കിട്ടട്ടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എന്റെ വീട് എലഞ്ഞി എന്ന് പറയുന്നത് ദൂരമില്ല. അപ്പൊ ഞാൻ പേപ്പർ പറഞ്ഞു എലഞ്ഞി ടെക്നിക്കൽ സ്കൂളില് ഇങ്ങോട്ട് വന്നിട്ട് കുറെ ആയോ? അപ്പൊ അവിടെ പോയിട്ടുണ്ടോ? ഞാനിപ്പോ പാലക്കാട്ടുകാരനായി തീർന്നിട്ട് 45 വർഷത്തോളം. ഞാൻ പാലക്കാട് പറയുന്ന പോലെയാണ്. പക്ഷെ എന്റെ ഈ കരിക്കോട് സ്കൂളിലാണ് എൻ്റെ ചേട്ടൻ്റെ മകൻ പഠിച്ചത്. സ്കൂളിൽ കരിക്കോട് സ്കൂളിൽ ശരിയെന്നായിക്കോട്ടെ. സന്തോഷം.